ഒരു 6 വർഷം മുമ്പ് ഓലിയാപ്പുറം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വർക്കുകളെയും പ്രോഡക്ട്സിനെയും കുറിച്ചൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സുകളെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് വീടിനെ കുറിച്ച്, അതായത് മണലും സിമെന്റും ഒന്നും ഇല്ലാതെ നമുക്ക് പണിയാൻ പറ്റുന്ന ഒരു എൻറ്റയർ വീട്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ അതിന്റെ ഒരു സൈഡിൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഡെന്റിസ്റ്റ് ആയിട്ടുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ ചിലപ്പോൾ ഒരു ക്ലിനിക്ക് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാതെ ആ ഒരു ക്ലിനിക്ക് തന്നെ ആയിരിക്കും അവർ കൊടുക്കുക. കാരണം ബിക്കോസ് അവർക്ക് പല പല കൺസ്ട്രെയിൻസ് ഉണ്ട്. കാരണം ഒന്ന്, ക്ലിനിക്ക് ക്ലോസ് ചെയ്തിടാൻ പറ്റില്ല, അവരുടെ ഫർണിച്ചേഴ്സ് മാറ്റാൻ പറ്റില്ല, ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ അവരെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പഴയ ഒരു ക്ലിനിക്ക് അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ പുതിയ ഇന്നോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് മെറ്റീരിയൽ യൂസ് ആണ്. മെറ്റീരിയൽ എന്ന് പറയുന്നത് പഴയ കാലത്ത് ഉപയോഗിച്ച MDF പ്ലൈവുഡ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ചെതലും നനവൊക്കെ ആയിട്ട് ആകെ പ്രോബ്ലം ആയിരിക്കും. ഹൈജീനിക് ആയിട്ട് നമുക്ക് മെറ്റീരിയൽ വെക്കാനോ അല്ലെങ്കിൽ സ്റ്റോറേജ് കീപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പഴയ കാലത്തെ ഫർണിച്ചേഴ്സ് ഒക്കെ പുൾ ഔട്ട്സ് ആയിട്ട് നമുക്ക് തുറക്കുന്ന രീതിയില്ല, ഡോറുകളായിരിക്കും, പല ഐറ്റംസ് അതിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുക. ഇതൊക്കെ പല പല സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പോഴത്തെ സിസ്റ്റം എല്ലാം പുൾ ഔട്ട്സുകളാണ്. നമുക്ക് ആവശ്യാനുസരണം ഓരോ ബാസ്ക്കറ്റ് ലെയർ തിരിച്ച് ഐറ്റം സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാസ്ക്കറ്റ്സ് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും സൈലന്റ് ആയിട്ടും ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് എപ്പോഴും കളർ സ്കീംസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, ലൈറ്റിംഗ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീവ് ഫീൽഡിൽ ക്ലിനിക്സിനൊക്കെ വരുന്ന ഏറ്റവും വലിയ ആവശ്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോസ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പുതിയ ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് തരാൻ സാധിക്കും. താങ്ക് യു.